ഡിസംബർ 8-ന് ക്രൈസ്തവർ നിരവധി പീഡനങ്ങൾ നേരിടുന്ന നിക്കരാഗ്വയിലെ സഭയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. മധ്യ അമേരിക്കയിലെ ബിഷപ്പുമാരാണ് പ്രത്യേക പ്രാർത്ഥനാ ദിനത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മധ്യ അമേരിക്കയിലെ എപ്പിസ്കോപ്പൽ സെക്രട്ടേറിയറ്റിൻ്റെ 82ാമത് അസംബ്ലിയിൽ പ്രഖ്യാപിച്ച ഈ സംരംഭം വളരെയധികം മതപീഡനങ്ങൾ നേരിടുന്ന നിക്കരാഗ്വൻ കത്തോലിക്കരോടുള്ള ഐക്യദാർഢ്യമാണ്. അമലോത്ഭവ തിരുനാളായ ഡിസംബർ 8-ന് നടത്തുന്ന പ്രാർത്ഥനാ ദിനം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. നിക്കരാഗ്വയുടെ അമ്മയും രക്ഷാധികാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിലാണ് രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. നിലവിലെ പ്രതിസന്ധികൾക്കിടയിൽ ഈ പ്രാർത്ഥനാ ദിനം വളരെ ആവശ്യമാണ്. മധ്യ അമേരിക്കയിലെയും ലോകമെമ്പാടുമുള്ള കത്തോലിക്കരെയും നിക്കരാഗ്വൻ വിശ്വാസികളോടൊപ്പം ഈ പ്രാർത്ഥനാ ദിനത്തിൽ പങ്കുചേരാൻ മധ്യ അമേരിക്കയിലെ ബിഷപ്പുമാർ ആഹ്വാനം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗയുടെ നേതൃത്വത്തിലുള്ള നിക്കരാഗ്വൻ സർക്കാർ കത്തോലിക്ക സഭയ്ക്കെതിരെ അടിച്ചമർത്തൽ ശക്തമാക്കി. 200-ലധികം മതനേതാക്കളെ രാജ്യത്തു നിന്ന് പുറത്താക്കുകയും പുരോഹിതരെ തടവിലാക്കുകയും ചെയ്തു. ബിഷപ്പ് റോളണ്ടോ അൽവാരസിൻ്റെ അറസ്റ്റും തുടർന്നുള്ള നാടുകടത്തലും രാജ്യത്തിൻ്റെ ബിഷപ്പ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റായ ജിനോട്ടഗയിലെ ബിഷപ്പ് കാർലോസ് ഹെരേരയുടെ നാടുകടത്തലും ഏറ്റവും ശ്രദ്ധേയമായ കേസുകളിൽ ഉൾപ്പെടുന്നു.